വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ കാറ് നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. Cars24 എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ Cars24ൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഒരു ഏരിയ ഉണ്ട്. ഏത് ഡിസ്ട്രിക്റ്റായാലും ഓരോ ഏരിയ അവർ സ്പീഡായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരും. അതിന് ചെറിയൊരു ചാർജും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ കാറ് അവിടോട്ട് കൊണ്ടുപോയില്ലയോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഏകദേശം 45 മിനിറ്റാണ് ഇൻസ്പെക്ഷൻ ടൈം വരുന്നത്. അതിനുശേഷം അരമണിക്കൂറുള്ള ഒരു ഓപ്ഷനിൽ നമ്മുടെ കാറിനെ പ്ലേസ് ചെയ്യും. ഈ ഒരു പ്രൈസ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കാർ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കാർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഇവരുടെ വെബ്സൈറ്റിൽ നമ്മുടെ കാർ പ്ലേസ് ചെയ്യാം. അങ്ങനെ നല്ലൊരു പ്രൈസിൽ നമ്മുടെ വണ്ടി വിൽക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ RC ട്രാൻസ്ഫറിൻ്റെ വിഷയമാണ്. RC ട്രാൻസ്ഫർ ഇവരുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇവർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വെച്ചാൽ നമുക്ക് വൈറ്റ് ഫംഗസ് ആയാലും ബ്ലാക്ക് ഫംഗസ് ആയാലും വളരെ നിസ്സാരമായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളത്, യെല്ലോ ഫംഗസ് ആയാലും വളരെ നിസ്സാരമായിട്ട് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സാധനമാണ്. വളരെ ഇതാണ്, നമ്മൾ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത് നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനാഗിരി, വൈറ്റ് വിനാഗിരി, സിന്തറ്റിക് വിനാഗിരിയാണ് കേട്ടോ. ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. പിന്നെ അടുത്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുപ്പ് തന്നെയാണ്, പൊടിയുപ്പല്ല, കല്ലുപ്പ് തന്നെ വേണം. പിന്നെ നമ്മുടെ ഷാമ്പു ഉപയോഗിക്കാം, എന്ന് വെച്ചാൽ സോപ്പ്, ഏതെങ്കിലും ഒരു സോപ്പ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വളരെ വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തത്. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മാർഗ്ഗം വിനാഗിരി തന്നെയാണ്. എന്ന് വെച്ചാൽ ആസിഡ് നേച്ചറുള്ള പ്രോഡക്റ്റാണത്. അപ്പോൾ വിനാഗിരി ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വിനാഗിരി ഉപയോഗിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. വിനാഗിരി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഫംഗസ് ഉണ്ടല്ലോ, ആ ഫംഗസിനെയും അതിൻ്റെ മുട്ടയും വളരെ എളുപ്പത്തിൽ നമുക്ക് കൊന്നു കളയാൻ പറ്റും. അതാണ് വിനാഗിരിയുടെ അഡ്വാൻറ്റേജ്. അപ്പോൾ വിനാഗിരിയാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. പക്ഷേ വിനാഗിരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാറുകളിലെ ലെതറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാം. അത് ടെസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ വിനാഗിരി സ്പ്രേ ചെയ്യാനായിട്ട് നമ്മളൊരു സ്പ്രേയർ, ഈ സ്പ്രേയർ കാണുമായിരിക്കും എല്ലാവരുടെയും വീട്ടിലൊക്കെ. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്പ്രേയർ ഉണ്ടോ. ഇതിനകത്ത് ഫംഗസ് ഒന്നും കാണില്ല. അപ്പോൾ അതായത് നമ്മൾ അതിനകത്ത് ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ അടിക്കുന്ന സ്ഥലത്തും കുളമായി പോകും. അപ്പം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സ്പ്രേയറൂടെ ഉപയോഗിക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ 2 ആഴ്ച മുമ്പ് ഫുള്ള് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടേക്കാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫംഗസോ കാര്യങ്ങളൊന്നും നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഹെഡ് റെസ്റ്റ് ഊരി വെച്ചേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിനാഗിരിയുടെ നേച്ചർ ഞാൻ പറഞ്ഞു, ആസിഡ് നേച്ചറാണ്, എല്ലാവർക്കും അറിയാം. അപ്പം അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില ലെതറിൽ വൈറ്റ് ഡോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ആദ്യം. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്ത് അടിച്ച് ചെക്ക് ചെയ്യുക. കാരണം വെച്ചാൽ ഇത് അടിയിലോട്ട് പോകുന്നൊരു പോർഷനാണല്ലോ. അപ്പം ആരും അറിയത്തില്ല, എന്തെങ്കിലും സ്പോട്ട് വന്നാലും പെട്ടെന്ന് ആരും ഐഡൻറ്റിഫൈ ചെയ്യില്ല. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. വൈറ്റ് ഡോട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ചില ലെതറിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം വിനാഗിരി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കല്ലുപ്പോ സോപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് നമ്മളുടെ സ്പ്രേയർ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അഴുക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് എന്താണ് എവിടെയെങ്കിലും അപ്ലൈ ചെയ്താലെന്ന് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ സ്പ്രേ ചെയ്യുക. ഇങ്ങനെ അടിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ ഒരു പൂപ്പലുണ്ടല്ലോ, അത് ഇങ്ങനെ പറന്നു പൊങ്ങും. അപ്പോൾ ഈ ഒരു സാധനം വന്ന് നമ്മളെ മൂക്കിനകത്തോടെ അകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊരു പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. ഇങ്ങനെ വെള്ളം അടിക്കുന്ന സമയത്ത് ആ ഒരു പൂപ്പലുണ്ടല്ലോ, അതിങ്ങനെ എന്താണ് ഒന്നിങ്ങനെ സ്പ്രെഡായി വരും. അപ്പം ഉറപ്പായിട്ട് മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ ഒരു ഫംഗസും അതിൻ്റെ എഗ്സും കാര്യങ്ങളെല്ലാം ഡെഡ് ആവണം. ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മാക്സിമം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഈ സാധനം എല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന് ആ സാധനം എല്ലാം ചത്ത് ഒരു കംപ്ലീറ്റ്ലി സെറ്റാവും. അതുപോലെ നമ്മുടെ ഈ ഇവിടെ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അഴുക്കെല്ലാം ഒന്ന് ഇളകി വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളകി വൃത്തിയായതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ക്ലോത്ത്, നോർമൽ ക്ലോത്ത് ഉപയോഗിച്ച് നല്ലപോലെ റബ്ബ് ചെയ്ത് എടുക്കുക. നമ്മുടെ ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടല്ലോ, ആ ബ്രഷ് ഉപയോഗിച്ച് നമ്മളൊന്ന് ഈ തുണി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഇതാക്കി ക്ലീൻ ചെയ്യുന്ന ഒന്നുകൂടെ നല്ലതായിരിക്കും. എന്തെങ്കിലും ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം നല്ല നീറ്റായിട്ട് പോയിക്കോളും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വിനാഗിരിയുടെ അംശങ്ങൾ എന്തായാലും ഈ ഒരു
ഒരു വിനാഗിരിയുടെ പാർട്ടിക്കിൾസ് എല്ലാം ഇതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ഒരു ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കണ്ടല്ലോ. അപ്പം ഈ ഭാഗം നേരത്തെ പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ഇത് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഈ ഭാഗത്തൊക്കെ അഴുക്കുണ്ടായിരുന്നു, കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കുറച്ച് ഐഡിയ കിട്ടും. ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ പോകുന്നതിനകത്ത് പെർഫെക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ 2 ആഴ്ച മുമ്പ് ക്ലീൻ ചെയ്തുകൊണ്ടാണ് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ. ഒരു 3 വർഷത്തിന് അടുത്ത് പഴക്കമുള്ള വണ്ടിയാണ്. ഈ ഒരു ഫാബ്രിക് പോർഷനിലും അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ പരിപാടിയാണ്, എല്ലാവരും ഉറപ്പായിട്ടും ചെയ്തു നോക്കണം. ഒരിക്കലും നമ്മുടെ വണ്ടിയിലോ നമ്മുടെ വീടിനകത്തോ ഈ പൂപ്പലെന്ന് പറഞ്ഞ ഈ പ്രശ്നത്തെ നമ്മൾ അവിടെ നിലനിൽക്കാൻ അനുവദിക്കരുത്. ഉറപ്പായിട്ടും തുരത്തി ഓടിക്കണവനെയൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും വിനാഗിരിയോ ഉപ്പോ ഷാമ്പുവോ ബേക്കിംഗ് സോഡയോ എന്തായാലും എല്ലാ വീട്ടിലും ഈ പറഞ്ഞ 4 സാധനം കണ്ടിരിക്കും. അപ്പോൾ വീടിനകത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം. നമ്മുടെ കാറിനകത്ത് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ വിനാഗിരിയോ ഏതെങ്കിലും ഉപയോഗിക്കുക, നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ഉപയോഗിക്കുക. ഉറപ്പായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണം. എവിടെ ക്ലീൻ ചെയ്താലും, വീടിനകത്തായാലും പുറത്തായാലും കാറിനകത്തായാലും എവിടെ ആയാലും ഉറപ്പായിട്ട് ഈ ഫംഗസ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ, പൂപ്പൽ ക്ലീൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് മാസ്ക് ധരിക്കുന്നതാണ് അഭികാമ്യം. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കാണും, പക്ഷേ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും കാണും. അപ്പോൾ അവരായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളൊരു പേപ്പർ കൊണ്ട് തുടച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ മേളിൽ കയറി ഇരിക്കാൻ ശ്രമിക്കരുത്. അത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഓരോരുത്തരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. അപ്പം എല്ലാവരും അവരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ 100% റിപ്ലൈ കൊടുക്കുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും കാരണം മനുഷ്യരല്ലേ, ഇപ്പോൾ ചില സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി, എവിടെയെങ്കിലും കണ്ടിട്ട് നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.